ഹലോ, ഗുഡ് മോർണിംഗ്. ജോസ് കാച്ചിപ്പള്ളി ഒഫീഷ്യൽ ചാനലിലേക്ക് സ്വാഗതം. പണക്കാരെന്തുകൊണ്ട് പണക്കാരായി തുടരുന്നു? അല്ലെങ്കിൽ പണക്കാരെന്തുകൊണ്ട് കൂടുതൽ കൂടുതൽ പണക്കാരായി മാറുന്നു? പാവപ്പെട്ടവരെന്തുകൊണ്ട് പാവപ്പെട്ടവരായി തുടരുന്നു? പാവപ്പെട്ടവർ എന്തുകൊണ്ട് കൂടുതൽ കൂടുതൽ പാവപ്പെട്ടവരായി തുടരുന്നു? സമൂഹത്തിലെ പല തലങ്ങളിലും പലപ്പോഴും ചർച്ച ചെയ്യപ്പെടാറുള്ള ഒരു വിഷയമാണിത്. അനുകൂലമായും പ്രതികൂലമായും വാദപ്രതിവാദങ്ങൾ ഇങ്ങനെ ഉയരും. അപ്പോൾ പണക്കാരായതിനെക്കുറിച്ച് ചിലർ പറയുക, അവർക്ക് ഇട്ടുമൂടാനുള്ള സ്വത്തുണ്ട്, അവർ വായിൽ സ്വർണ്ണക്കരണ്ടിയായിട്ട് ജനിച്ചതാ, അല്ലെങ്കിൽ അവർ വെള്ളിക്കരണ്ടിയായിട്ട് ജനിച്ചതാ, അവരുടെ മുതുമുത്തച്ഛന്മാർ വലിയ പ്രഭുക്കളായിരുന്നു, അല്ലെങ്കിൽ വലിയ ജന്മികളായിരുന്നു. ഇനി പാവപ്പെട്ടവരെ കുറിച്ച് പറയുമ്പോൾ പറയും, അവരുടെ മുതുമുത്തച്ഛന്മാരൊക്കെ വെറും കൂലിപ്പണിക്കാരായിരുന്നു, സാമ്പത്തികമായിട്ട് താഴെത്തട്ടിലായിരുന്നു, അവർക്ക് വലിയ വിദ്യാഭ്യാസമൊന്നും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ സർക്കാർ തൊഴിലൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയൊക്കെയാണ് പാവപ്പെട്ടവരെ കുറിച്ച് പറയുക. എന്നാൽ യഥാർത്ഥത്തിൽ ഇതൊന്നുമല്ല കാരണം വളരെ ലളിതമാണ്. കാരണം നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു അത് നിങ്ങളായിത്തീരുന്നു. പൈസക്കാർ ചിന്തിക്കുന്നത് അവർക്ക് ഉള്ള പണത്തെ വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചാണ്, ആ പണം ഉപയോഗിച്ച് കൂടുതൽ പണം ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ്, അവരുടെ ബിസിനസ് എങ്ങനെ വിപുലീകരിക്കാം, അല്ലെങ്കിൽ ഏത് ബിസിനസ്സിലേക്കാണ്, പുതിയ ബിസിനസ്സിലേക്കാണ് പണം ഇറക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് ബിസിനസ്സാണ് പുതുതായിട്ട് തുടങ്ങേണ്ടത്, അല്ലെങ്കിൽ ഒരു പുതിയ കമ്പനി കൂടി സ്റ്റാർട്ട് ചെയ്താലോ, അല്ലെങ്കിൽ ഒരു പുതിയ ഓഫീസ് കൂടി തുടങ്ങിയാലോ, കൂടുതൽ പൈസ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്താലോ, കൂടുതൽ സ്റ്റാഫിനെ വെച്ചാലോ, ഇങ്ങനെയൊക്കെയാണ് പണക്കാർ ചിന്തിക്കുക. പാവപ്പെട്ടവർ ചിന്തിക്കുക, എങ്ങനെയാണ് കടം വീട്ടുക, നാളത്തെ കാര്യങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യുക, എങ്ങനെ ചിലവുകൾ നടത്തിക്കൊണ്ട് പോകും, ഇനി ആരാണ് പൈസ കടം തരിക, ഇങ്ങനെയൊക്കെയാണ് പാവപ്പെട്ടവർ ചിന്തിക്കുക. അപ്പോൾ രണ്ടു കൂട്ടർക്കും ഓരോ പരിധികളും പരിമിതികളും ഉണ്ട്. അപ്പോൾ പണക്കാർക്ക് പരിധി അല്ലെങ്കിൽ പരിമിതി എന്ന് പറഞ്ഞാൽ അത് വളരെ വിശാലമാണ്. അതിൻ്റെ പരിധിയെന്നും പരിമിതിയെന്നും ഒരുപക്ഷെ വിളിക്കാൻ പറ്റില്ല. കാരണം അവരുടെ പരിധിയും പരിമിതിയൊക്കെ ആകാശമാണ്. അതായത് സാമ്പത്തിക ആകാശം. അവർക്ക് ആകാശത്തോളം വേണമെങ്കിൽ അവർക്ക് വളരാൻ കഴിയും. എത്രത്തോളം സാമ്പത്തികമായിട്ട് ഉന്നമനം പ്രാപിക്കാം എന്നതാണ് അവർ ചിന്തിക്കുക. ആ ചിന്തകൾക്ക് അതിരില്ല. അത് ചെന്ന് മുട്ടണമെങ്കിൽ ആകാശത്ത് ചെന്ന് മുട്ടണം. അങ്ങനെയാണ്. അതിനപ്പുറത്തേക്ക് പോകില്ല എന്ന് മാത്രമേ ഉള്ളൂ. പോകാൻ സാധാരണഗതിയിൽ എളുപ്പമല്ലല്ലോ. പാവപ്പെട്ടവരുടെ പരിധി എന്ന് പറഞ്ഞാൽ അവർ ചിന്തിക്കുന്നത് ഈ കടങ്ങളെക്കുറിച്ചാണ്. ഈ കടങ്ങൾ എങ്ങനെ വീട്ടും, ചെലവുകൾക്ക് എങ്ങനെ പണം കണ്ടെത്തും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ പരിധികളെ കുറിച്ച് അവർ ചിന്തിക്കുമ്പോൾ അവർക്ക് അല്ലെങ്കിൽ നാളത്തേക്ക് പണം എവിടെ നിന്ന് ഉണ്ടാക്കും, ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ അവർ സ്വയം ഒരു ചെറിയ ഒരു സർക്കിൾ, ഒരു പരിധി, അതായത് സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ അല്ലെങ്കിൽ സാമ്പത്തിക പരിമിതിയുടെ ഒരു സർക്കിൾ, ഒരു ലോകം അവർ സൃഷ്ടിക്കുകയാണ്. ആ ലോകത്തിന് പുറത്തേക്ക് അവർക്ക് പോകാൻ പറ്റില്ല. നമ്മൾ ചില്ലുകൂടുകളിൽ അല്ലെങ്കിൽ കമ്പി അഴികൾക്കുള്ളിൽ ഇട്ടിരിക്കുന്ന വളർത്തു മൃഗങ്ങളെ കാണാറില്ലേ? അവർക്കൊരിക്കലും പുറത്തേക്കോ സൈഡിലേക്കൊന്നും പോകാൻ പറ്റില്ല. അവരുടെ അതിരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഭാഗത്തുമുള്ള അല്ലെങ്കിൽ 6 ഭാഗത്തുമുള്ള കമ്പി അഴികളാണ്, അല്ലെങ്കിൽ ഗ്ലാസ്സുകളാണ്. ഇതുപോലെയാണ് പാവപ്പെട്ടവരുടെ സ്ഥിതി. അപ്പോൾ ഇവിടെ പരിധിയും പരിമിതിയുമാണ് പ്രശ്നം. ഈ പരിധിയും പരിമിതിയും പലപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്നതാണ് എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക.